കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ദൈവത്തിന് നമ്മളിലുള്ള പ്രവൃത്തിയാണ് എന്താണ്? വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇതിന് ദൈവം ഓരോ ഇടപെടലുകൾ നടത്തും ജീവിതത്തിലെ. ചിലർക്ക് ആ ഇടപെടൽ അറിയാൻ പറ്റും, ചിലർ ഡെഡ് ബോഡി പോലെ അറിയത്തില്ല. എന്തെല്ലാം ദൈവം തൻ്റെ ചുറ്റിനും തൻ്റെ ജീവിതത്തിൽ ചെയ്താലും ചിലർ ജന്മന അന്ധന്മാരുണ്ടാവും. ജന്മന അന്ധന്മാരെ ചില ആൾക്കാർ ഭാര്യമാരെ സുഖപ്പെടുത്തും. അവർ പ്രാർത്ഥിച്ച് അവർക്ക് വിശ്വാസം വർദ്ധിച്ചു. പക്ഷേ ചില വീട്ടിൽ ഭാര്യ അന്ധയായിരിക്കും. ജന്മന അന്ധന്മാരുള്ള വീടുകളില്ലേ, ജന്മന വിശ്വാസമില്ല കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, അവരെ ഭാര്യമാർ അവരെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയെടുക്കും. പക്ഷേ ചില വീട്ടിൽ എന്നാ പറ്റും, ഭാര്യ അന്ധയായിരിക്കും, പിന്നെ മക്കളെ പറയാണ്ട് മക്കളും അന്ധന്മാർ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളായാലും ശരി, അതുപോലെ തന്നെ എൻജിനീയറിംഗ് പഠിക്കുന്ന മക്കളായാലും ശരി, അവരും അന്ധന്മാരാണ്. എന്താണ്? മാതാപിതാക്കന്മാർ അന്ധന്മാരെടുത്ത്. ഇപ്പോഴും അവർ പാരമ്പര്യമായിട്ട് കൊടുത്ത ചെറിയ കുടുംബ പ്രാർത്ഥന ഒക്കാതെയൊക്കെ ചൊല്ലി കുടുംബത്തിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആഴമായിട്ടോ ഇതൊക്കെ വല്ലതും വിശ്വസിക്കാവോ, ഇതൊക്കെ ശരിയാക്കാവോ, പക്ഷേ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്കാനും വേണ്ടി ഇങ്ങനെ മനസ്സിൻ്റെ ഉൾപ്രേരണ പോലെ ഒരു ശീലം പോലെ അങ്ങനെ ചെയ്തു പോണവരുണ്ട്. ഇവരുടെ മുമ്പിലും ഇപ്പം ദൈവം അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങളെ ഇവർ ഡയറക്റ്റായിട്ട് ഏറ്റു പറയത്തില്ല. എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് ക്ഷീണമാണ്. പലരും എന്തിനുണ്ട് കരിസ്മാറ്റിക്കാരെ എതിർക്കാൻ കാര്യം എന്താണ്? കരിസ്മാറ്റ് മേഖലയിലെ ഒരു സൈദ്ധാന്തിക ആശയ ദൈവത്തെയൊന്നും അല്ല പറയണത്. വി ആർ സ്പീക്കിംഗ് ആൻഡ് പ്രൊക്ലൈം ദ ടാൻജിബിൾ ഗോഡ്. നമുക്ക് തൊടാവുന്ന ദൈവത്തെയാണ് പറയണത്. ഇപ്പോൾ യുവമാർക്ക് പേടിയാണ്. എന്താ കാര്യം? അയ്യോ, ദൈവം സത്യമായിട്ട് ഉണ്ടെന്ന് അനുഭവിച്ചാൽ പിന്നെ നമ്മൾ അഭ്യാസങ്ങൾ നടക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കേണ്ടി വരും. അത് പേടിയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിൻ്റെ അഭിഷേകം കിട്ടിയ സിമ്പിളാണിത്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വിശുദ്ധന്മാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവർക്ക് അവർ വലിയ ഒരു ആനക്കാരും ചെയ്തിട്ടില്ല.
ഇൻക്ലൂഡിങ് മദർ തെരേസയെക്കുറിച്ചും. എന്താണ് ഇപ്പോൾ മദർ തെരേസ കോടികൾ പോലും എനിക്ക് തന്നാലും അവർ ചെയ്യണ ജോലി ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആത്മകഥയെ വായിക്കും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, മദറിനത് സിമ്പിളാണ്. ഒരു കുഷ്ഠരോഗിയുടെ പുഴുവെടുത്ത് അരിച്ച് കളയുന്ന സ്ഥലത്തിരുന്ന് കഞ്ഞി കുടിക്കുന്നതോ അല്ല പുഴുവരിച്ച് കളയണതോ ഒക്കെ എടുത്ത് മാറ്റണമൊക്കെ സിമ്പിളാണ്. എന്താ കാര്യം? ദൈവസ്നേഹത്തിൽ അതിൻ്റെ അഭിഷേകം അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് അഭിഷേകം എന്ന് പറയുന്നത്? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാനാവില്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? അത് ചെയ്യാനുള്ളൊരു ആകർഷണമുണ്ട്. എല്ലാം ഒരു ആകർഷണമാണ്. ഇപ്പം ഞങ്ങൾ സെലിബ്രേറ്റായിട്ട് ഇപ്പം ഞാൻ 62 വർഷമായി അല്ലെങ്കിൽ 36 വർഷമായിട്ട് പൗരോഹിത്യത്തിൽ നിൽക്കുക. ഇനി ഒരു ജന്മം കിട്ടിയാലും ഇതിന് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓപ്ഷൻ ഇല്ലെന്ന് പറയും. കാര്യം വെച്ചാൽ ഞാൻ കുടുംബജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടാവുന്ന റിട്ടേൺസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. കാര്യം ഞാനൊരു 21 ലക്ഷം കുടുംബങ്ങളെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് നല്ല കുടുംബങ്ങളുണ്ട്, ദൈവാശ്ചര്യമുള്ള കുടുംബങ്ങളുണ്ട്, അല്ലാത്ത കുടുംബങ്ങളുണ്ട്, മീഡിയം ഫാമിലീസുണ്ട്. ഒരു ഫാമിലി വളർന്നാൽ എന്തുമാത്രം വളരാൻ പറ്റും എന്നെനിക്കറിയാൻ പറ്റും. പക്ഷെ ഒരു പൗരോഹിത്യം വളർന്നാൽ അതിനൊരു അറ്റവും ഉണ്ടാകത്തില്ല, അറുതിയും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ഇവൻ ഫുൾ ടൈമർ കൃപയാണ്, ഫുൾ ടൈമർ കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. അതിൽ ആകർഷണം കിട്ടിയിരിക്കുകയാണ്, അതിൽ അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. അതിൽ നിന്നുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ തലകുത്തി പറഞ്ഞാലും എപ്പോഴും കരുണയുടെ വർഷം പ്രഖ്യാപിച്ചെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ പ്രസംഗിച്ചത് എന്താണെന്നറിയാവോ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കരുണയെ ചുമ്മാ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് തരം താഴ്ത്തരുത്. ലോകത്തോട് കാണിക്കുന്ന സഭയാണെങ്കിൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? യേശുവിനെ അറിയാത്തവരെ അറിയിക്കുകയാണ്. അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ മറ്റ് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യവും അതുപോലെ തന്നെ അഭയം നൽകുന്ന കാര്യവും അതൊക്കെ യേശുവിന് മുമ്പ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. യേശുവിന് ശേഷമൊന്നുമല്ല ആൾക്കാർ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തുടങ്ങിയത്. യേശുവിന് മുമ്പും ആൾക്കാർ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുമായിരുന്നു. തോബിയാസിനൊക്കെ പുസ്തകത്തിൽ എന്താ? മരിച്ചവനെ അടക്കണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നീ തെരുവീഥികൾ ചെല്ലൂ, അവിടെ ചെന്ന് നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാത്തതുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ, അവന് വരുന്നവരെ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നോളാമെന്ന് തോബിയാസ് മകനോട് പറയണതേ പുതിയ നിയമത്തിൽ പോലും ഇല്ല സംഭവം. താറ്റിപിസാൻ്റെ അർത്ഥം എന്താ? അവൻ പക്ഷേ വന്നിട്ട് എന്താ പറയണത്? ഒരു ശവം കണ്ടെന്നാ പറയണത്. അപ്പോൾ തോബിയാസ് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റിട്ട് പോയി ആ ശവം മാറ്റി വെച്ചും അവിടെ ഇരുന്ന് സന്ധ്യാവോളം സാപത്ത് കഴിഞ്ഞിട്ട് അടക്കിയിട്ടാണ് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കണത്. അത്രയും തീഷ്ണമായിട്ട് പുതിയ നിയമത്തിലില്ല. അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യേശുവിന് മുമ്പേ ഇവിടെ മനുഷ്യത്തിൻ്റെ മാനവികതയോടുകൂടി ജീവിക്കുന്ന, ശവത്തോടും ജീവിച്ചിരിക്കുന്നവരോടും ഒരേ ബഹുമാനം കാണിക്കുന്ന ഒരു സമൂഹം, യഹൂദ സമൂഹം നിലനിന്നിരുന്നു എന്നുള്ള ആ സമൂഹത്തിൻ്റെ മൂല്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയ നിയമത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ ശത്രു സ്നേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണേൽ പറയാം. കർത്താവ് പറഞ്ഞതാണ്, നീ നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിൻ്റെ അയൽവാസികളെ സ്നേഹിക്കുക. അത് യഹൂദനില്ലാത്തൊരു കുറവാണ്. അതിൽ നിന്ന് ഉയർത്തിയപ്പോൾ മാനവരാശി തന്നെ ഒപ്പം ഉയർന്നു പോയി. മാനവികത, അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. മാനവിക ഉത്തുംഗമായ മഹത്വപൂർണമായ മാനവികതയുടെ അവസാന വാക്കാണ്. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും ആ മാനവികതയ്ക്ക് വേണ്ടി കരുണ കാണിക്കുമ്പോഴും ആ കരുണയ്ക്കൊരു പരിമിതിയുണ്ട്. എന്താ കാരണം? യേശുക്രിസ്തുവിനെ അറിയിക്കുകയാണ് സഭയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. അത് യേശുവിൻ്റെ വചനങ്ങൾ ലഭിക്കുന്ന കുറച്ച് വചനങ്ങളെ, ഇതുപോലെയുള്ള വചനങ്ങളെ ഗുഡ് സാമരിറ്റൻ എക്സാമ്പിൾ അനുസരിച്ചെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരങ്ങളും വഴി വ്രണപ്പെട്ട് കിടക്കുന്നവരെ താങ്ങിയെടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ആ ഗുഡ് സാമരിറ്റൻ്റെ വ്യക്തിക്ക് ശരീരം മാത്രമല്ല ഉള്ളത്, അവനൊരു ആത്മാവുണ്ട്.
അത് ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ, ദൈവമേ, അങ്ങ് ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു, നിന്നിലെത്തുന്നവരെ ഞാൻ എൻ്റെ ആത്മാവ് എന്തുമാത്രം അസ്വസ്ഥമാകുന്നു. അതാണ് പാട്രിക്സിക്സായിട്ടുള്ള സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ. സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ ശരീരത്തെക്കുറിച്ചുള്ള വ്യാപരാതി അല്ലായിരുന്നു. സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ചായിരുന്നു. സഭയുടെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. പിന്നെ എന്താണ്? അറിഞ്ഞവനെ ആ അറിവിൽ ആഴപ്പെടുത്തുക. അതൊരു കാരുണ്യപ്രവൃത്തിയാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഉയർത്തിക്കൊണ്ട് ദൈവമേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ചേർന്ന് പാടിക്കണ്ട. ദൈവസ്നേഹത്തോടെ, അഭിഷേകത്തോടെ യേശുവേ ആരാധിക്കുക. തീരാവ്യാധിയിൽ മാരകരോഗികളായിട്ടുള്ളവരെ ഉടമ്പടിയിലെ 6 നിയോഗങ്ങളെ ഇപ്പോഴെന്താണ് ഈ നിഷ വിൻസന് സംഭവിച്ചിരിക്കുന്നത്? അവർ യൂട്യൂബിൽ കാണിച്ച് അലർജി വന്ന കൈ കാണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം സംഭവിച്ചു, കൈ ചൊള്ളച്ച് പൊട്ടി, മുമ്പത്തേക്കാൾ വികൃതവും വേദനയുമായി. പേടിച്ചുപോയി അവർ. വിശ്വാസത്തിൻ്റെ വഴികളിൽ ഇതുപോലുള്ള ചില അനുഭവങ്ങൾ വരും. അപ്പോൾ അവർ തന്നെത്താൻ ആത്മകഥം പോലെ പറയണം, ദൈവമേ, കർത്താവിനെ പരീക്ഷിക്കേണ്ടായിരുന്ന, വെറുതെ അലർജി ആ വല്ലോടത്ത് ഇരുന്നാൽ മതി, പണ്ടത്തെ പോലെ ഞാൻ കണ്ടു വന്നാൽ മതിയായിരുന്നു. എന്താ, ദൈവം പോലും ഇത് ആറാമത്തെ വയസ്സ് വന്ന അലർജിയാണ്, ഇനിയിപ്പോൾ ഇത് ദൈവം പോലും ഇത് എടുക്കുന്നത് ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വിഷയത്തെ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് ദൈവത്തിരുസേന വെക്കാത്തതിൻ്റെ കാരണം നമുക്ക് അത് വെക്കാനുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവളൊരു പരീക്ഷത്തിന് ഒരുങ്ങുകയാണ്. ചുമ്മാ വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിച്ചപ്പോൾ എന്നാ പറ്റി? വെളുക്കാൻ തേക്കണ പാണ്ടായി. എന്ത് പറ്റി? കൈ ചീർത്തോടുകൂടി കർത്താവിനോട് ഇവൾ സോറി പറഞ്ഞു. കർത്താവെ, ഞാനങ്ങ് എൻ്റെ വിശ്വാസത്തെ ഞാൻ അങ്ങയുടെ തിരുസന്നിധി പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പ് തരണം, എനിക്ക് പഴയതുപോലെ ആയാൽ മതി. എന്താ, അലർജിയെങ്കിൽ അലർജി, 6 വയസ്സുള്ള അലർജിയെങ്കിൽ അലർജി, അതുപോലെ ആയാൽ മതി. ഇതെന്ന് പറഞ്ഞപ്പോൾ ചീർത്ത് വീർത്ത് കൈ മറ്റു നാട്ടുകാരെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എനിക്ക് പഴയ അവസ്ഥയെ വന്നാൽ മതിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സ് പോലെ അലർജി ഉണ്ടല്ല, ആ കുരുവൊക്കെ കൊമ്പി നിൽക്കുന്ന അവസ്ഥ, അതിലേക്ക് വന്നാൽ മതി എന്നാണ് മനസ്സുകൊണ്ട് അവർ ഓർക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ഷീ ഈസ് റെഡി ടു അക്സെപ്റ്റ് ദ ഓൾഡ് ക്രോസ്. പഴയ കുരിശ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ്? ഒന്നിനും വേണ്ടിയല്ല. ഇങ്ങനെ ഒന്നിനും വേണ്ടിയല്ലാതെ, ആർക്കും വേണ്ടിയല്ലാതെ, ഉടമസ്ഥനില്ലാത്ത എന്തുമാത്രം സഫറിങ്സാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ചിന്തിക്കണം. കാര്യം ആ വിഷയം ഞാൻ ഉടമ്പടി വെച്ചില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയണില്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ചേച്ചിയുടെ നമ്മൾ ത്രേസ്യാമ്മക്കുര്യൻ കടത്തുരുത്തില്ലേ, എന്താ സംഭവിച്ചിരിക്കണത്? അവർ ഇവിടെ ഉടമ്പടി ചെയ്തപ്പോൾ പുതുക്കിയപ്പോൾ അവരോട് ആരോ പറഞ്ഞ് പുതുക്കിയ ആൾക്കാർ അച്ഛൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഇതൊക്കെ ഇവരുടെ മനസ്സിൽ ഇതൊക്കെ പോകുന്ന കാര്യം, ചിന്തിക്കുന്ന കാര്യം അറിയത്തില്ല. അവരെല്ലാവരും കൂടി വന്ന് കണ്ട്
എല്ലാവരെയും പ്രാർത്ഥിക്കണ പോലെ അവിടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരെ പ്രാർത്ഥിച്ചു. പക്ഷെ അവർ സാക്ഷ്യം എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ? ഈ ആമവാദം ഇങ്ങനെ വീർത്തിക്കണ ശരീരം മുഴുവൻ വീർത്തി കെട്ടിയിരിക്കുന്ന ബോഡിയില്ലേ, ഉപ്പ് മാങ്ങ പോലെ ഒട്ടിപ്പോയെന്നാ. അതാ അവരുടെ വാക്യം വൈന്ന് വന്നിരിക്കുന്നത്, ഉപ്പ് മാങ്ങ പോലെ ഒട്ടിപ്പോയെന്നാ. അപ്പം അതിൻ്റെ ആ താഴെ സാക്ഷ്യം ഇട്ടിരിക്കുന്നവർ ഇട്ടിരിക്കുന്നത് യേശു ക്രിസ്തു ഇന്നും ജീവിക്കണമെന്നാണ്. നിൻ്റെ ഏത് രോഗങ്ങളും ഏത് വിഷയങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം എന്താണ്, 13 വർഷമായിട്ട് കേരളത്തിലെ മുഴുവൻ ആശുപത്രിയിലും പോയിട്ടും കുട്ടികളില്ലാത്ത വ്യക്തി, നീ പോ, കർത്താവ് നിന്നെ കുഞ്ഞിനെ തരും എന്നീ അടുത്തായെന്ന് പറയുമ്പോൾ ഈ വിശ്വാസത്തിലേക്ക് വന്നൊരു വഴികളുണ്ട്. ശരിക്കും നല്ല സങ്കടകരമായ വഴികളാണ്, ചെറിയ വഴികളൊന്നുമല്ല, സങ്കടകരമായ വഴികളിലൂടെയാണ്. അപ്പോഴെല്ലാം നമ്മളെന്താ, നമ്മുടെ ജീവിതത്തിൽ സങ്കടകരമായ വഴികളിലൂടെ ദൈവം കൊണ്ടുപോകണ എന്തിനാ? വിശ്വാസം ഉറപ്പിക്കാനാണ്. അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഞാൻ ഈശോയോട് പലപ്പോഴും ചോദിച്ചിട്ടേ, ഈശോ വചനം വായിക്കുമ്പോഴൊക്കെ ഈശോയുമായിട്ട് പലപ്പോഴും ഞാൻ തർക്കിക്കാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഈശോയ്ക്ക് സ്വഭാവത്തിലുള്ളത് നമുക്ക് ഈശോയുമായിട്ട് സഞ്ചരിക്കണമെങ്കിൽ ഈശോയുടെ സ്വഭാവം പഠിക്കണം. ഈശോയുടെ സ്വഭാവം പഠിക്കാത്ത കൊണ്ടാണ് ഈ ആൾക്കാർക്ക്, അമ്മയ്ക്കാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് പച്ചവെള്ളം പോലെ ഈശോൻ്റെ സ്വഭാവം അറിയാം. അത് കാരണം ഈ അമ്മ ക്ഷോഭിക്കത്തില്ല. എന്താ കാര്യത്തിൽ എന്തെല്ലാം വിഷയം ഇപ്പം ഈശോയുടെ ഭാഗത്തുനിന്ന് ക്ഷോഭകരമായ അനുഭവങ്ങളുണ്ടാവും ഈശോയുടെ ഭാഗത്തുനിന്ന്. എന്താ കാര്യം ക്ഷോഭകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നസ്രത്തിൽ നിന്ന് ഇവർ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും 3 ദിവസത്തെ വഴി അവർ തിരിച്ച് നടക്കുമ്പോഴാണ് ഔസപിതാവും മാതാവും തമ്മിൽ കണ്ടെത്തിയിട്ട് കൊച്ചു കയ്യിലില്ല, ഈശോനെ കാണാനില്ലെന്ന് പറയണത്. ഭയങ്കര സംഭവം എന്നിട്ട് പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടേ ഔസപിതാവിന് പേടിയുണ്ട്. മത്തായി ശ്രീകാട് സുവിശേഷം 2:22 ആ പേടി. അർക്കലാവോസാണ് ഭരിക്കണമെന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് പോകാൻ അദ്ദേഹത്തിന് പേടിയായിരുന്നെന്ന്. അർക്കലാവോസ് ആരാണ്? ഹെരോദിൻ്റെ മകൻ. ഈ അർക്കലാവോസ് തന്നെയാണ് കൊല്ലണ ആൾ തന്നെ, അപ്പൻ്റെ അതേ സ്വഭാവക്കാരനാണ്. അങ്ങനെയുള്ള അപകടകരമായ ത്രട്ടണിങ്ങുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഔസപിതാവ് എൻ്റെ മകന് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറയത്തില്ലേ 2:48 ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴേ എത്ര ദിവസത്തെ വഴി കഴിഞ്ഞിട്ടാണ്. ഞാനത് കണക്കൂട്ടി നോക്കി. വാക്കബിൾ ഡിസ്റ്റൻസ് ജെറുസലേമിൽ നിന്ന് നസ്രത്ത് വരെ അന്നത്തെ കാലത്തെ വാക്കബിൾ ഡിസ്റ്റൻസ്, ഒരു ദിവസം ഒരു വ്യക്തിക്ക് നടക്കാവുന്ന ദൂരം 19 കിലോമീറ്റർ. 3 ദിവസം എന്ന് പറയുമ്പോൾ 57 കിലോമീറ്റർ. ദാറ്റ് മീൻസ് ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ മരപ്പണിക്കാരനും ഹൗസ് വൈഫും കൂടി നടക്കുകയാണ് 57 കിലോമീറ്റർ. എവിടെ നിന്നാണ്? ജെറുസലേമിൽ പോയിട്ട് നേരെ തിരിച്ച് 3 ദിവസത്തെ വഴി നടന്നപ്പോൾ 57 കിലോമീറ്ററായി. ഇപ്പോൾ ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ എടപ്പള്ളി വരെ ഉണ്ട്, കൃപാസനത്തിൽ നിന്ന് എടപ്പള്ളി വരെ. അപ്പോൾ ഈ കൃപാസനത്തിൽ നിന്ന് എടപ്പള്ളി വരെയുള്ള സംഭവം ഈ ഭാര്യയും ഭർത്താവും കൂടി പല കൂട്ടുകാരുടെ കൂടെ നടന്ന് ഇവിടെ തിരിച്ചെത്തിയപ്പോഴാണ് ആൾ കൂടെ ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? ഈ 57 കിലോമീറ്റർ 114 കിലോമീറ്റർ തിരിച്ച് നടക്കണം. 57 കിലോമീറ്റർ ഇങ്ങോട്ടാണേ. നടന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 114 ആയില്ലേ. അപ്പോൾ 114 കിലോമീറ്റർ ഈശോ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്ന സഹനമാണ് ഇത്. അതായത് ഈശോ ഉണ്ടാക്കി കൊടുത്ത ട്രബിളുകൾ, നമ്മുടെ ജീവിതത്തിൽ ഈശോ ഉണ്ടാക്കി തരുന്ന ട്രബിളുകൾ കുറേ ഉണ്ട്. നീ വിശ്വാസിയാണെങ്കിൽ ഇതിലൂടെ നിനക്ക് വളരാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഓരോ വ്യക്തിയോട് മകൾ നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് പറയണത് യേശുവിൻ്റെ നാമത്തിലാണ്. കാര്യം യേശു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്ന കുറേ ട്രബിളുണ്ട്. ആ ട്രബിളിനോടെല്ലാം ഒരു ആരോടും പരാതിയില്ലാതെ ഈശോയും ഞാനും മാത്രമായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുള്ള കാലങ്ങളുണ്ടാകും. നാളെ എങ്ങനെയാണ് നമുക്കറിയത്തില്ല. ഇന്ന് വരെ ഉള്ള കാര്യമാണ് ഞാൻ പറയണത്. ഞാനിത് പറയാൻ കാര്യം നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ്.
എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ എന്താ ചെയ്തിരിക്കണത്? ഈ 114 കിലോമീറ്റർ നടന്ന് തിരിച്ച് അണ്ണാക്കം തള്ളി ഒരു നാരങ്ങ വെള്ളം കുടിക്കാനുള്ള കാശ് പോലും ഇല്ലാതെ തിരിച്ച് ചെല്ലുമ്പോൾ ചോദിക്കണ ചോദ്യം എന്താണ്? എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ. ദാറ്റ്സ് ഓക്കെ. അത് അല്ലല്ലോ ആദ്യം പറയേണ്ടത്. അപ്പം ക്ഷോഭിക്കാൻ പറ്റും തീർച്ചയായിട്ടും. നീ എന്ത് മാങ്ങാത്തിലേ പറയണം, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഞങ്ങൾ അണ്ണാക്കം തള്ളി ഇവിടെ ഒന്നാമത്തിൽ ഒരു ഉളിയും കൊട്ടുപടിയും എടുത്തിട്ട് കാണിക്കൽ കാണിച്ചിട്ടാണ് ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഉണ്ടാകുന്ന കാശ് കൂസി കൂട്ടിയാണ് പെരുന്നാളിന് പോണത്. ആ ആളിനെ കൊണ്ട് ഇരട്ടി നടപ്പ് നടത്തിച്ചിരിക്കണത്. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ തങ്ങുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടെ നിന്നേനെ. അങ്ങനെ ഒരു വാക്ക് പറയാഞ്ഞതിൻ്റെ പേരിൽ ജീസസ് ഉണ്ടാക്കി കൊടുത്ത ട്രബിൾ ഭയങ്കരമാണ്. പക്ഷെ ആ ട്രബിളിനോടെ ഇവർ കൈവരിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. എന്താണ്? ക്ഷോഭിക്കാത്ത സുവിശേഷം. ഹു ഇസ് മേരി? ആരാണ് അമ്മയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അമ്മ ഒരു ക്ഷോഭിക്കാത്ത സുവിശേഷമാണെന്ന്. ക്ഷോഭിച്ചില്ലല്ലോ. ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും അമ്മ ക്ഷോഭിച്ചില്ലല്ലോ. നിങ്ങൾ പറയാം അമ്മ കുരിശെ കയറിയിരുന്ന്. കാണാത്തത്തിന് കുരിശെ കയറിയിട്ടാണ് അമ്മ അമ്മയായത്. ശ്രുതികട്ടെ. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ, ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ കർത്താവേ ആശീർവദിക്കണം. വിശ്വസിച്ച് ആരാധിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം കരങ്ങൾ തുറന്ന് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഭവനരഹിതരെ കർത്താവേ ഉടമ്പടിയിൽ നിന്ന് 6 നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. ഓൺലൈൻ ഉടമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ സ്പർശിക്കണമേ. ആരാധന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സമാപന ആരാധനയും രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവ് എത്രയോ മനോഹരമായിട്ട് നമ്മളോട് ഈ സമയം മുഴുവൻ സംസാരിക്കുകയായിരുന്നു. നീ കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കണം. കർത്താവ് ഒന്നും അനീതി ചെയ്തിട്ടില്ല. കർത്താവ് തന്നെ പറഞ്ഞില്ലേ ജീവിതകാലത്ത്, ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്തിട്ടില്ല എന്ന്. അത് കർത്താവിൻ്റെ സ്വഭാവമാണ്. ദൈവം തന്നോടൊരു അനീതിയും ചെയ്യത്തില്ലെന്ന്. അനീതി ചെയ്തതായിട്ട് തോന്നിയാൽ പോലും ദൈവം അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളത് അറിയാവുന്ന ആദ്യത്തെ ആൾ അമ്മയാണ്. അതുകൊണ്ടാണ് അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളഞ്ഞത്, ക്ഷോഭിക്കാത്ത സുവിശേഷമായി മാറിയത്. അത് നമുക്കൊരു മാതൃകയാണ്, മധ്യസ്ഥയാണ്. മഹാവെളിപാടുകളുടെ കൃപയുടെ പത്താഴം. ഏതെങ്കിലും വിഷയത്തിൽ അല്പം താമസിച്ചു പോയാൽ അതാണ് നിൻ്റെ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയുള്ള ഇട്ടുകൂട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷ ശുശ്രൂഷ സമാപിക്കുന്നത്. കർത്താവെ, ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. കർത്താവെ, കുഞ്ഞുനാൾ മുതൽ നിൻ്റെ തിരുസന്നിധിയിൽ നീ മാത്രം ദൈവം, നീ മാത്രം ഏകരക്ഷകരെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ, അമ്മയുടെ മാതൃകയും മധ്യസ്ഥയും പിൻചൊല്ലുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഇവിടെ ഇപ്പോഴെത്തിയിരിക്കുന്നു. കർത്താവെ, അനേകം മക്കൾ കർത്താവെ
നീ അവരുടെ ജീവിതത്തിൽ അവർ നീ ചെയ്തത് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല കർത്താവ്. അമ്മയെപ്പോലെ അവരും ചോദിച്ചിട്ടുണ്ട്, ഈശോ ഞങ്ങളോട് നീ ചെയ്തത് എന്താന്ന്. കർത്താവ് ഞങ്ങളോട് ചെയ്തത് എന്തായാലും കർത്താവ് അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന കിട്ടാത്ത കാര്യങ്ങൾ, താമസിച്ച കാര്യങ്ങൾ, കടകവിരുദ്ധമായി സംഭവിച്ച വിഷയങ്ങൾ എല്ലാം കർത്താവെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവത്തിലെ നിന്റെ വിഷയം എന്തെങ്കിലും തരത്തിൽ കർത്താവ് നിനക്ക് ലാഗ് ചെയ്യണമെന്ന് തോന്നിയാൽ യേശുക്രിസ്തു എന്നെ ദൈവപുത്രനായിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി അത് നിന്നെ കർത്താവ് സ്വീകരിക്കുകയാണ്, നിത്യതയ്ക്ക് വേണ്ടി നിന്നെ ഒരുക്കുകയാണ്. അത് കർത്താവ് അഡ്വാൻസ്മെൻറ്റ് വാങ്ങിക്കണം എന്നുള്ള ബോധം നിനക്കുണ്ടാവണം. അതുകൊണ്ട് കർത്താവ് ജീവിക്കാൻ അപ്പോൾ പൗലോസ് പറയും, ഒരു മനുഷ്യൻ ഉടുക്കാനും ഉറങ്ങാനും ഉണ്ണാനും ഉണ്ടെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെയർ മിനിമം നിനക്ക് കർത്താവ് തരുന്നുണ്ടെങ്കിൽ വേറെ ഒന്നിനെക്കുറിച്ച് തർക്കനോ ആഗ്രഹപ്പെടേണ്ട, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതിൻ്റെ സമയമാകുമ്പോഴേ കർത്താവ് നിനക്ക് നീക്കിയിരിപ്പ് തരും. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന ആരാധന. യേശുവേ ഇപ്പോഴേ അലക്സാണ്ടർ ശുശ്രൂഷയിൽ ആശീർവാദം നൽകുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇരുകരങ്ങളും ദൈവത്തിരുസന്നിധിയിലേക്ക് ഉയർത്താം. മർക്കോസ് 6:35. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊരു വിജനപ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ഇരുകരങ്ങളും ദൈവത്തിരുസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതയാത്രയിലുണ്ടാകുന്ന വിജനപ്രദേശങ്ങൾ, എല്ലാവരും തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥകൾ, രോഗങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ, ദുരിതങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ, ഇതാ ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന ബോധ്യം, ഇതാ ദൈവം കൂടെയുണ്ടെന്ന ബോധ്യം, ഇതാ ഉടമ്പടിയെടുത്ത ഓരോ മക്കളെയും ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെയും ഇതാ ഈശോ ആശീർവദിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുകയാണ്, അവരുടെ ജീവിത മേഖലയെ ആശീർവദിക്കുകയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ, ലൈറ്റ് അക്കാദമി പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്ന മക്കൾ, OET IELTS എക്സാം എഴുതുന്ന മക്കൾ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ എഴുതുന്ന മക്കൾ, മാരക രോഗികളായിട്ടുള്ളവരെ അനേകായിരങ്ങൾ ബഹുമാനോട് ജോസഫത്തിന് കൈ to